ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസം നടത്താനിരുന്ന റെയിൽവേ NTPC ടയർ 2 എക്സാമും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി ടയർ 1 എക്സാമും മാറ്റിവെച്ചതായിട്ട് റെയിൽവേയുടെ ഭാഗത്ത് നിന്നൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ NTPC റിസൾട്ട് ഈ മാസം 14-ാം തീയതി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു റിസൾട്ടിനെതിരെ ആ CBT1 അതായത് ടയർ 1 റിസൾട്ടിനെതിരെ ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ ഒരു തുടർച്ച എന്നോണം റെയിൽവേ ഈ പരീക്ഷകൾ ഒന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശദാംശങ്ങളാണ് പറയാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. RRB ഇന്ന് പുറത്തുവിട്ട ഒരു അറിയിപ്പാണ്. A high power committee has been formed to look into the concerns and doubts raised by candidates in regard to result of first stage computer based test of centralized employment notification number കൊടുത്തിട്ടുണ്ട്. അതായത് NTPC യുടേതാണ്. issued by Railway Recruitment Board on 14-15 January 2022. അതായത് ജനുവരി മാസം 14-15 തീയതികളിലായിട്ട് പുറത്തുവിട്ട NTPC ഫസ്റ്റ് സ്റ്റേജ് റിസൾട്ടിനെ സംബന്ധിച്ച് കൺസേൺസും ഡൗട്ട്സും ഒക്കെ റേസ് ചെയ്തതിനെ തുടർന്ന് ഇവര് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിലുള്ള ആൾക്കാരുടെ പേര് വിവരങ്ങളാണ് അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കമ്മിറ്റി മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഈ കമ്മിറ്റി എന്തിനാ രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ ഈ കമ്മിറ്റി മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് result of first stage CBT of NTPC and methodology used for shortlisting candidates for second stage CBT without affecting existing shortlisted candidates. അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ റിസൾട്ട് വന്നു കഴിഞ്ഞല്ലോ, CBT1ന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. അതിൽ ഒരുപാട് പേര് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. അവരെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എന്ത് മാനദണ്ഡത്തിലാണ് ഈ ഒരു റിസൾട്ട്, അതായത് ഈ ഒരു റിസൾട്ടിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ, കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ സ്വീകരിച്ച മെത്തഡോളജിയും ഇതിന്റെ റിസൾട്ടും പരിശോധിക്കും. അതാണ് അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് സെക്കൻഡ് സ്റ്റേജ് CBT ഇൻ റെയിൽവേ ഗ്രൂപ്പ് ഡി. ഗ്രൂപ്പ് ഡിക്ക് സാധാരണഗതിയിൽ ഒരു ടയർ പരീക്ഷയും അത് കഴിഞ്ഞ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ആയിരിക്കും ഉണ്ടായിരിക്കാം. ഇന്നലെ ഒരു അറിയിപ്പ് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് രണ്ടാമത്തെ ടയറും കൂടി വരാൻ പോവുകയാണ്. അതുപോലെ രണ്ടാമത്തെ ടയറിലെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അടക്കം അവർ ഇന്നലെ ഒരു അറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അതായത് അങ്ങനെ ഒരു ടയർ 2 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ 2 കാര്യങ്ങളാണ് ഈ ഒരു കമ്മിറ്റി മെയിൻ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ കാൻഡിഡേറ്റ്സിന് അവരുടെ സജഷൻസും കൺസേൺസും അയക്കാവുന്ന ഒരു ഇമെയിൽ ഐഡിയും റെയിൽവേ തന്നിട്ടുണ്ട്. RRB committee@railnet.gov.in. ഇതില് നമുക്ക് നമ്മുടെ കൺസേൺസും സജഷൻസും എല്ലാം അയക്കാവുന്നതാണ്. എന്ന് വരെ അയക്കാം എന്ന് ചോദിച്ചാൽ ഫെബ്രുവരി മാസം 16-ാം തീയതി വരെ നമ്മുടെ കൺസേൺസും സജഷൻസും ഡൗട്ട്സും എല്ലാം ഈ ഒരു മെയിൽ ഐഡിയിലേക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇവര് മാർച്ച് മാസം 4-ാം തീയതി ഇവരുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നതാണ്. ഇതിനർത്ഥം മാർച്ച് 4 വരെ പരീക്ഷകൾ ഉണ്ടാവില്ല. അപ്പൊ ഇനി പരീക്ഷ ഈ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. 4-ാം തീയതി വരെ എന്തായാലും പരീക്ഷ കാണത്തില്ല. അപ്പൊ ഇവർ ഈ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം മാർച്ച് പകുതിയൊക്കെ ആകുമ്പോഴോ അല്ലെങ്കിൽ ഏപ്രിൽ, മാക്സിമം നമുക്ക് ഏപ്രിൽ തന്നെ പ്രതീക്ഷിക്കാം, ഏപ്രിലോ ആയിരിക്കും ഇനി പരീക്ഷ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 15 ഫെബ്രുവരി 2022 നടക്കേണ്ടിയിരുന്ന, അന്ന് മുതൽ ആരംഭിക്കേണ്ടിയിരുന്ന NTPC ടയർ 2 പരീക്ഷയും അതുപോലെ ഫെബ്രുവരി 23 ആരംഭിക്കേണ്ടിയിരുന്ന റെയിൽവേ ഗ്രൂപ്പ് ഡി പരീക്ഷയും പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ പരീക്ഷകൾ ഇനി എന്ന് ആരംഭിക്കും എന്നുള്ള ചോദ്യത്തിന് എന്റെ മറുപടി എന്ന് പറയുന്നത് മാർച്ച് 4-ാം തീയതി വരെ എന്തായാലും പരീക്ഷയില്ല. അപ്പോൾ ഒന്നെങ്കിൽ മാർച്ച് പകുതിയോടെ അല്ലെങ്കിൽ ഏപ്രിലായിരിക്കും കൂടുതൽ ചാൻസ് പരീക്ഷ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ളതാണ്, ഓൾറെഡി നമ്മളിപ്പോൾ ലിസ്റ്റിലുള്ള ആൾക്കാർ ഇനിയിപ്പോൾ പുതിയ ലിസ്റ്റ് ആയിരിക്കും ഇടുന്നത്, അങ്ങനെയൊക്കെ കുറെ ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാർ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് വിത്തൗട്ട് അഫക്റ്റിംഗ് എക്സിസ്റ്റിംഗ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ്. അതായത് ഓൾറെഡി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പവും വരത്തില്ല. ഇനി പുതിയ ആൾക്കാരെ ആഡ് ചെയ്യോ കട്ട് ഓഫ് കുറയ്ക്കുകയോ
അല്ലെങ്കിൽ ലിസ്റ്റ് കുറച്ചും കൂടി ഒന്ന് വിപുലമാക്കുകയോ ചെയ്യാനായിരിക്കും ഇവർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും പഠനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ ഈ ഒരു നിങ്ങളിപ്പം എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങൾക്ക് കുറച്ചും കൂടെ സമയം കിട്ടി എന്നുള്ളൊരു രീതിയിൽ നന്നായിട്ട് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പരീക്ഷകളൊക്കെ ഉടനെ തന്നെ ഉണ്ടായിരിക്കും എന്തായാലും. പിന്നെ ഇപ്പൊ നമ്മുടെ ഒരു കോവിഡിന്റെ സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഇതൊരു നല്ലൊരു അവസരമായിട്ട് കണക്കാക്കി പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ ഈ ഒരു വിവരം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. വീണ്ടും കാണാം. താങ്ക് യു.